മറ്റേ തുണി എടുത്താ മതിയായിരുന്നു. ആ തുണിയൊന്നും അല്ല, ഇത് തന്നെയാ കറക്റ്റ്. കളർ വ്യത്യാസം മാത്രമേ ഉണ്ടെന്ന്. അത് അവർക്ക് മനസ്സിലാവൂലേന്ന്. മനസ്സിലാവത്തില്ല നാത്തൂനെ. നാത്തൂന്റെ പേടി കൊണ്ടാ ഇങ്ങനെ തോന്നണത്. നീ ഇവിടെ വന്നേ പോ. എത്ര കടയിൽ കയറി ഇറങ്ങിയിട്ട് ഇതെങ്കിലും കിട്ടിയത്. ഇപ്പൊ ഞാനിത് എങ്ങനെ തയ്ക്കും? എങ്ങനെ തയ്ക്കുന്നാ? മറ്റേ പഴയ മോഡലില് പെറ്റിക്കോട്ടില് ഇവിടെ ഒരു പൂ, അതങ്ങനെ തയ്ച്ചാ മതി. ഒരു മോഡലും പറഞ്ഞുകൊണ്ട് എന്നെ ഇനി വിളിച്ചേക്കരുത്. ഞാൻ ഇനി ഇതിലൊന്നും ഇടപെടത്തൂല്ല. ദൈവമേ, ക്ലീറ്റോ വന്നെന്ന് തോന്നണ. പെട്ടെന്ന് തയ്ക്കണേ, ഇന്ന് വൈകിട്ട് കൊടുക്കാനുള്ളു. അയ്യോ ക്ലീറ്റോ. അയ്യോ ക്ലീറ്റോയാ? നീ എന്നെ കണ്ടിട്ടില്ലേ? അതോ കള്ളന്മാരെ അയ്യോ കള്ളൻ എന്ന് പറയുമ്പോൾ അയ്യോ ക്ലീറ്റോ എന്ന് പറയാം. എന്താ വരില്ല എന്ന് പറഞ്ഞിട്ട്? അല്ല, വൈകൂന്ന് പറഞ്ഞിട്ട്. ആ, ഞാനേ നമ്മളെ മൂസക്കാട് തടിമില്ലിൽ തടി നോക്കിക്കൊണ്ടിരുന്നപ്പം പയറിനുള്ളിൽ എന്തോ ഒരു ചെറിയൊരു പ്രകമ്പനം. ഒന്ന് വന്നിട്ട് പോവാന്ന് വെച്ച്. എന്നാ പോയിക്കോ. അല്ല പോവല്ല, ഉടുപ്പ് പോണില്ലേ? നീ ഇവിടെ പോയി? ഞാന് ഇവിടെ. എന്താ നീ ഒന്ന് പരുങ്ങുന്നേ? ഞാൻ ജമന്തിക്ക് തലവേദന. ജമന്തിക്ക് തലവേദനക്ക് നീ പുറത്തു പോയിട്ട് കാര്യമുണ്ടോ? ഞാൻ മരുന്ന് മേടിക്കണ്ടേ, പാവം. എന്താ കള്ളത്തരം? അതെണീറ്റാ എന്നെ സർപ്രൈസ് തരാൻ വേണ്ടിട്ട് എന്ത് ഒരു ഷർട്ടാ? തുണി. ഷർട്ടിനെ തുണി അല്ല, എനിക്ക് ചുരിദാർ. പറ്റിക്കാൻ നോക്കണ്ട, മതി. കളിക്കല്ലേ എനിക്ക് പോണം. പോയിറങ്ങി കാണിക്കും. നീ അത് കാണിച്ചേ. എന്തോന്ന്? എന്നെ വഴക്ക് പറയോ? വഴക്ക് പറയേണ്ട കാര്യമാണെങ്കിൽ വഴക്ക് പറയും, തല്ലേണ്ട കാര്യമാണെങ്കിൽ തല്ലുകയും ചെയ്യും. കാര്യം പറ. കാര്യം പറയാതെ. എനിക്ക് ഒരബദ്ധം പറ്റി. ആ അബദ്ധം എന്താണെന്ന് പറഞ്ഞാൽ മതി. ഇനി ക്ലീറ്റോ തയ്ക്കാൻ വേണ്ടി ഒരു തുണി തന്നില്ലേ? അത് ഞാൻ ശരിക്കും ക്ലീറ്റോനെ അറിയാലോ, ഞാൻ നല്ലോണം തയ്ക്കും എന്നുള്ളത് അറിയാലോ. അപ്പൊ ഈ ജമന്തി വന്നിട്ട് പറഞ്ഞേ വേറൊരു മോഡലിൽ തയ്ക്കാന്ന് പറഞ്ഞു. അവള് എന്താണ്ട് അവളുടെ ഫോണിലൊരു മോഡൽ കാണിച്ചു തന്നിട്ടാ. ഞാൻ അപ്പോഴേ പറഞ്ഞത് എനിക്ക് അറിയില്ല എന്ന്. അവള് പറഞ്ഞു ഞാൻ ശരിയാക്കി തരാമെന്നും പറഞ്ഞു. അവള് തന്നെ എല്ലാം ശരിയാക്കിയിട്ടോ ക്ലീറ്റോ. ഇപ്പൊ തയ്ച്ചോ ഇല്ലയോ? തയ്ച്ച്. എന്നിട്ട് തയ്ച്ചു കഴിഞ്ഞപ്പോ അവര് തന്ന അളവല്ല ഇപ്പൊ ഉടുപ്പ്. മോഡല് മാറിപ്പോയി ക്ലീറ്റോ. അല്ല, അതാ ഞാൻ പറഞ്ഞേ, കുഴപ്പമില്ല. ഞാൻ വേറെ തുണി മേടിക്കാൻ പോയതാ ഇപ്പൊ. അതേപോലെ തന്നെ നമുക്ക് വേറെ ആ അളവിൽ തന്നെ, അളവ് എന്തെങ്കിലും ഉണ്ട്, ആ അളവിൽ തന്നെ ഞാൻ തയ്ച്ചു കൊടുക്കാം. ഞാൻ വിചാരിച്ചു ഞാൻ ഈ തുണി കൊണ്ട് നിന്റെ കൈ തന്നപ്പോ നീ അഹങ്കാരം പറഞ്ഞു. അയ്യോ ഞാൻ ആദ്യമായിട്ടല്ല തയ്ക്കണത്. അപ്പൊ എനിക്ക് തോന്നി ഇത് കൊളാവുന്നു. കൊളം ആയില്ലല്ലോ. കൊളം ആയിട്ട് ഞാൻ തയ്ക്കാന്ന് പറഞ്ഞില്ലേ ക്ലീറ്റോ. നീ ഇനി തപ്പണ്ട. ഞാനിവിടെ വന്ന സമയത്ത് ആ കമ്പനി നാളെ വന്നിരുന്നത് വാങ്ങാൻ. ഞാനെടുത്ത് അവർക്ക് കൊടുത്തു വിടുകയും ചെയ്തു. കഷ്ടമാണെന്ന് നോക്കണം. ഒരു രീതിയിലും നന്നാവാൻ സമ്മതിക്കരുത്. നീ ഇനി തയ്ക്കണ്ടേ? തയ്ക്കണ്ട നീ ഇനി. അറിയാതെ പറ്റിയത്. അയാൾ എന്തൊക്കെ എന്നോട് പറഞ്ഞതറിയാമോ? പുതിയ ഇനി കുട്ടികളുടെ ഷർട്ടിന്റെ ഒരു യൂണിറ്റ് തുടങ്ങുന്നുണ്ട്. അതിന്റെ ഓർഡർ നിങ്ങൾക്ക് തന്നെ തരാം. പല പല പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ എല്ലാം കുളമാക്കിയല്ലോ. അതെങ്ങനെ? അവൾക്ക് അവളെ നാത്തും പറയണല്ലേ വലുത്. അവളെ വാക്കും കേട്ടുണ്ടെങ്കിൽ എടി എല്ലാത്തിനും സ്വന്തമായിട്ടൊരു തീരുമാനം വേണം. അവളല്ലേ തന്നെ നിന്നെ നന്നാവാനായിട്ട് അനുവദിക്കോ? പാഷാണത്തെ കൃമി എങ്ങനെ? ഓ ഭർത്താവും ഭാര്യയും കൂടെ ഞങ്ങളുടെ പതനം അത് കണ്ട സന്തോഷിക്കാമെന്നായിരിക്കും. ഞാൻ നിന്റെ കുടുംബത്തിന് എന്തെങ്കിലും ദ്രോഹം ചെയ്താടേ ഉണ്ടോ? എന്റെ പൊണ്ണ് കൊച്ച ഇങ്ങനെയൊന്നും ഉപദ്രവിക്കരുത് കേട്ടോ. കാര്യം പറടാ. കാര്യം എന്താന്ന് ചോദിക്കുക. വേണ്ട ഇരിക്കുന്ന കാര്യം കഷ്ടമാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ കാര്യം. ഡേ ആ ഫ്രോക്ക് കമ്പനി ഒരു ഓർഡർ തന്നില്ലേ തയ്ച്ചു കൊടുക്കാനായിട്ട്? അത് എവിടെ മര്യാദയ്ക്ക് തെച്ചനെ. അപ്പം നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അതിനെ കൊളവാക്കാൻ വേണ്ടി അവളൊരു പുതിയ മോഡലും ഡിസൈനും ഒക്കെ കൊണ്ടുവന്ന് തയ്ക്കാൻ കൊടുത്ത് കൊളവാക്കി. ക്ലീറ്റോ ചേട്ടൻ ഞാനൊരു മോഡൽ കാണിച്ചു കൊടുത്തതല്ലേ ഉള്ളു. വെട്ടിയതും തയ്ച്ചതൊന്നും ഞാനല്ല. വിളിക്കുന്ന ആ ഫ്രോക്ക് കമ്പനിയുടെ മാനേജരാ. എങ്ങനെ അയാള് പിന്നെ ചീത്ത വിളിക്കാനാണ്? അയാൾ ഒരു രീതിയിൽ അവിടെ പറഞ്ഞ് ഓർഡർ നമുക്ക് തരാൻ വേണ്ടി വെച്ചിരുന്ന. എനിക്ക് കുഴപ്പമുണ്ടാവില്ല. ക്ലീറ്റോന്റെ ഇത് തന്നെ കുഴപ്പം. എന്റെ കുഴപ്പമോടി? എന്റെ കുഴപ്പമോടി? ഞാൻ തയ്ച്ചത് തെറ്റിപ്പോയടാ. അത് ഞാൻ ഇവിടെ എടുത്തു വെച്ചത് ഞാനില്ലാത്ത നേരം നോക്കി ക്ലീറ്റോ അയാൾക്ക് എടുത്തു കൊടുത്തു. ഓ അതാണിപ്പോ കുറ്റം. ഞാനാണ് കുറ്റം. ഇല്ല, എല്ലാത്തിനും ഞാൻ തന്നെ കുറ്റക്കാരൻ. അവള് പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം അവള് തച്ച് വെച്ചെങ്കിൽ അവളോട് ചോദിച്ചിട്ടല്ലേ എടുത്തു കൊടുക്കട്ടെ. ഇടേ ഇന്ന് കൊടുക്കേണ്ട സാധനം ഇന്ന് തച്ച് തീർത്ത് വെച്ചേക്കണമെന്നല്ലേ ഞാൻ വിചാരിക്കുള്ളൂ. പിന്നെ വിളിച്ചു വെച്ചാൽ എന്തായിരുന്നു കുഴപ്പം? എടാ
ഒരു സാധനം കൊടുക്കാനുള്ള സമയത്ത് നമ്മൾ കൊടുക്കണ്ടേ? കൊടുക്കണം. അപ്പൊ അയാൾ ഇവിടെ വന്നപ്പോ സാധനം എടുത്ത് കൊടുത്തില്ലേ പിന്നെ തരാന്ന് പറഞ്ഞാൽ ശരിയാവോ? നീ എന്തിനീ മോഡലൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോയത്? ഏട്ടാ ഞാൻ മോഡൽ കാണിച്ചു കൊടുത്തന്നല്ലേ ഉള്ളു. നാത്തൂനല്ലേ തയ്ച്ചത്. നാത്തൂന് തയ്ക്കാൻ അറിയാത്ത എന്റെ കുറ്റാണോ? അയ്യോ, ഒരു PSC പരീക്ഷ എഴുതിട്ട് പാസ്സാവാത്ത നീ ആരുടെ ഫാഷൻ ഡിസൈനിങ് പഠിപ്പിച്ചു കൊടുക്കാൻ? ഒരു കാര്യം ഞാൻ പറയാം, ഇത്ര നാള് എന്റെ പിടിപ്പുകേടായിരുന്നു. ഇപ്പൊ അതാ പെങ്ങള് വിചാരിച്ചിട്ട് എല്ലാം കൊളാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്നെ കുറ്റപ്പെടുത്തരുത് ഈ കാര്യത്തിൽ. ഇതിപ്പോ എന്താ സംഭവിച്ചത്? അളവ് ഇതായി പോയോ? എന്താ കുഴപ്പം? എന്താ അത്? ചെറുതായി പോയി. അളവിനെക്കാൾ ചെറുതായി പോയോ? അപ്പൊ നീ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല, ഞാൻ തയ്ച്ചിട്ട് അവിടെ വെച്ച്. എന്നിട്ട് വേറെ നീ ഞാൻ വേറെ തുണി എടുക്കാൻ പോയതാടാ. അതുപോലെ അവൾ അത് ചെയ്യില്ലായിരുന്നോ? ഞാൻ പറഞ്ഞിട്ട് ഞാൻ 1 മണിക്കൂറിനുള്ളിൽ തയ്ച്ചു കൊടുക്കാന്ന് ക്ലീറ്റ് അയാളെ വിളിക്കും. അവര് തന്ന തുണി തരുമ്പോ അത് ആ തുണിയിൽ തയ്ച്ചു കൊടുക്കണ്ടേ? അയാള് വിളിക്കുന്ന എടുത്ത് പറ ക്ലീറ്റ്. എടുത്തിട്ട് എന്താ പറയും? തയ്ക്കണ്ടേ? അത് പിന്നെ തുണി എടുത്തിട്ടുണ്ട്, വേറെ തയ്ക്കാന്ന് പറ. ആണോ? പോയി അറിഞ്ഞോടാ ആ പിന്നെ എനിക്കറിയില്ല. ശരി സാറേ. ഓ അത് പോയി. നീ വേറെ വല്ല പണി ഉണ്ടെന്ന് വഴി തുറന്നു തരുമ്പോഴത്തേക്ക് വെള്ളമല്ലേടി? ഓർഡർ നമുക്ക് കിട്ടി. അളിയാ, ആ ഓർഡർ നമുക്ക് തന്നെ. ആ മുതലാളിയുടെ കൊച്ച് ആ ഉടുപ്പിട്ട് നോക്കിയപ്പോ അതിനെ നിർത്തി ഇട്ട് തയ്ച്ച പോലെ ഉണ്ട്. നല്ല ഫിറ്റിങ്സും നല്ല മോഡലും അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇങ്ങനെ ആ മോഡല് സെലക്ട് ചെയ്തു. നമ്മുടെ വൈകുന്നേരം അവരും അഡ്വാൻസ് ഓർഡറുമായിട്ട് വരും. അത് ശരി. ആ ശിക്കാരി ചമ്പു അത് കളിക്കി. ഇനി ഇതുകൊണ്ടങ്ങ് കരി പിടിപ്പിച്ചോളാം ജീവിതം. അല്ല, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇവള് തച്ച് വരുമ്പോ. നിന്റെ പേര് മാറ്റിയാടാ? അഴകേശനെന്നാക്കിയ.